കേരളത്തിലെ ആര്യന്മാരെന്ന് പറയപ്പെടുന്ന നമ്പൂതിരിമാരെ നാഴികയ്ക്ക് 40 വട്ടവും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന പുലയന്മാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ അല്ല. ജനിതക ശാസ്ത്ര പ്രകാരം ഇന്ത്യയിൽ 2 വിഭാഗത്തിലുള്ള ജനറ്റിക് കോമ്പൗണ്ട്സുകളാണുള്ളത്. ഒന്ന് ആൻസിസ്ട്രിയൽ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന ജനറ്റിക് കോമ്പൗണ്ട് ASI കോമ്പൗണ്ട്. രണ്ടാമത്തത് ആൻസിസ്ട്രിയൽ നോർത്ത് ഇന്ത്യൻ ജനറ്റിക് കോമ്പൗണ്ട്. ഈ 2 തരത്തിലുള്ള കോമ്പൗണ്ടുകളാണുള്ളത്. നിങ്ങൾ ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളാണെങ്കിൽ പുലിയർ ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കാണപ്പെടേണ്ടത് ASI ജനറ്റിക് കോമ്പൗണ്ട് ആണ്. എന്നാൽ നിങ്ങളിൽ ഉള്ളത് ASI ജനറ്റിക് കോമ്പൗണ്ട് അല്ല, ANI ജനറ്റിക് കോമ്പൗണ്ടും ഉണ്ട്. അതായത് ആര്യന്മാരിൽ കാണപ്പെടുന്ന ജനറ്റിക് കോമ്പൗണ്ടും നിങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആര്യന്മാരെന്ന് പറയപ്പെടുന്ന നമ്പൂതിരിമാരിലും നിങ്ങളിലുള്ള പുലയന്മാരിലുള്ള ASI ജനറ്റിക് കോമ്പൗണ്ടും ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, പുലയന്മാരും നമ്പൂതിരിമാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇവർ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ തെറിയൊക്കെ വിളിച്ചു തുടങ്ങുമെങ്കിൽ പോലും കൃഷിയുമായി ബന്ധപ്പെട്ട്, സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്പൂതിരിമാരുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പുലയന്മാർ ഇവിടുത്തെ തദ്ദേശീയരായിരിക്കുന്ന ജനവിഭാഗങ്ങൾ അല്ല എങ്കിൽ ആരായിരുന്നു ഇവിടുത്തെ തദ്ദേശീയരായിരുന്ന ജനവിഭാഗങ്ങൾ? നമുക്ക് ജനിതക ശാസ്ത്രപ്രകാരം വെച്ചിട്ടൊന്ന് നോക്കാം. ആൻസിസ്ട്രിയൽ പോപ്പുലേഷൻ ഗ്രൂപ്പ് ഓർ ജനറ്റിക് കോമ്പൗണ്ട് ASI 100% ചില വിഭാഗങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗിരിവർഗ ജനവിഭാഗം, അതിനകത്ത് കാട്ടുനായ്ക്കർ, പണിയർ, കുറിച്യർ, കൊരകർ, ചോലനായ്ക്കർ എന്നീ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ASI കോമ്പൗണ്ട് 100% ഇപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ടും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതായത് യഥാർത്ഥത്തിൽ തദ്ദേശീയരായിരിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് ഈ ഗിരിവർഗ ജനതയാണ്. പുലയരോ പറയരോ കുറവരോ ഒന്നും തന്നെ ജനിതക ശാസ്ത്രപ്രകാരം ഈ മണ്ണിൻ്റെ മക്കൾ അല്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയുക. വെറുതെ ആര്യന്മാരെ തെറിവിളിക്കേണ്ട. നിങ്ങളും അവർക്ക് കുറച്ചു മുമ്പേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന വിഭാഗം തന്നെയാണ്. അപ്പം ശരി, ബൈ.